ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ മൊഡ്യൂൾ 1 യൂണിറ്റ് 1 രണ്ടാമത്തെ പാർട്ടിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂറിസത്തെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളൂ. അതുപോലെ ഏറ്റവും അവസാനമായിട്ട് എക്കണോമിക്കൽ ഇമ്പാക്ട് എന്തൊക്കെയാണ് ഇമ്പാക്ട്സ് ഉള്ളത്, അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ഇമ്പാക്ട്സുകളെ കുറിച്ച് കൂടെ പഠിച്ചാൽ നമ്മുടെ ഈ ഒരു യൂണിറ്റ് ഇവിടെ അവസാനിപ്പിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. പ്രൈമറി ടൈപ്സ് ഓഫ് ടൂറിസം. ടൂറിസത്തിന്റെ പ്രൈമറി ടൈപ്സ് ഏതൊക്കെയാണ്? പ്രൈമറി ആയിട്ട് എന്തൊക്കെ തരത്തിലുള്ള ടൂറിസമാണ് നിലനിൽക്കുന്നത് നമ്മൾ നോക്കാം. ടൂറിസം വാരീസ് ബേസ്ഡ് ഓൺ ദ ലെങ്ത് ഓഫ് സ്റ്റേ, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഡിസ്റ്റൻസ് ട്രാവൽഡ്, ട്രിപ്പ് പർപ്പസ് ആൻഡ് ടൂറിസ്റ്റ് പ്രൈസ്. ദർ ആർ 4 പ്രൈമറി ടൈപ്സ് ഓഫ് ടൂറിസം. അല്ലേ, നമുക്ക് 4 വ്യത്യസ്ത തരത്തിലുള്ള ടൂറിസമാണ് നിലനിൽക്കുന്നത്. ഒന്ന് ഇന്റർനാഷണൽ ടൂറിസം, മറ്റൊന്ന് ഡൊമസ്റ്റിക് ടൂറിസം, മറ്റൊന്ന് ലോങ് ഡിസ്റ്റൻസ് ടൂറിസം, അതായത് ഷോർട്ട് ഡിസ്റ്റൻസ് ടൂറിസം. ലോങ് ഡിസ്റ്റൻസ് ടൂറിസവും ഷോർട്ട് ഡിസ്റ്റൻസ് ടൂറിസവും നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം, ഈസിയായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്റർനാഷണൽ ടൂറിസവും ഡൊമസ്റ്റിക് ടൂറിസവും മറ്റൊരു തലത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് പ്രൈമറി ഡിഫറൻസ് ആണ്, പ്രൈമറി ടൈപ്സ് ആണ്. അതല്ലാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂറിസം ഉണ്ട്, അത് നമുക്ക് ശേഷം ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് എന്താണ് ഇന്റർനാഷണൽ ടൂറിസം എന്ന് പറയുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് ട്രാവലിംഗ് അക്രോസ് ബോർഡേഴ്സ്. അല്ലെ, ഇപ്പൊ ഒരു നാഷണൽ ടൂറിസം എന്ന് പറയുമ്പോൾ രാജ്യത്തിനകത്ത് നടക്കുന്ന ടൂറിസത്തിനാണ് നാഷണൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ടൂറിസം എന്ന് പറയുന്നത്. രാജ്യത്തിലേക്ക് പുറത്തേക്ക് നിങ്ങൾ ടൂറിസത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ യൂറോപ്പിലേക്ക് പോവുകയാണ്, നിങ്ങൾ ആഫ്രിക്കയിലേക്ക് പോവാണ്, നിങ്ങൾ USA പോവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ലണ്ടനിലേക്ക് പോവാണ്, സൗദി അറേബ്യയിലേക്കോ UAE ദുബായിലേക്കോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ കൺട്രി ടീസ്, നിങ്ങൾ സിംഗപ്പൂരിലേക്കോ മലേഷ്യയിലേക്കോ തായ്ലാന്റിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ ടൂറിസം. ബോർഡേഴ്സിന്റെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ടൂറിസം നടത്തുന്നതിനാണ് നമ്മൾ ഇന്റർനാഷണൽ ടൂറിസം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. യൂസിങ് ഡിഫറെന്റ്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, നമ്മുടെ മൊഡ്യൂളിന്റെ ആദ്യത്തിൽ നിങ്ങളോട് നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതിനെ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനം. ഓക്കെ, യൂസിങ് ഡിഫറെന്റ് കറൻസീസ്, അല്ലെ, വ്യത്യസ്ത കറൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഡിഫറെന്റ് ലാംഗ്വേജസ്, വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ. ലാർജർ കൺട്രീസ് ഹാവ് മോർ അട്രാക്ഷൻസ് റിക്വയറിംഗ് ലോങ് ജേർണീസ് വൈൽ സ്മാൾ കൺട്രീസ് ഹാവ് ഷോർട്ടർ ക്രോസിംഗ് ഡിസ്റ്റൻസ് ടു ദ നെയ്ബറിംഗ് കൺട്രീസ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ നിന്ന് നേപ്പാൾ, ബീഹാറിലെ ഒരാൾക്ക് നേപ്പാളിൽ പോകുന്ന പറഞ്ഞാൽ വലിയ റിസ്ക് ഉള്ള കേസല്ല. അതേ ബീഹാറിലെ ഒരാൾ കേരളത്തിലേക്ക് വരില്ലോ, അത് റിസ്ക് പിടിച്ച കാര്യമാണ്. അപ്പൊ ഇന്ത്യയിലേക്ക് ഒരാൾ പുറത്തു നിന്ന് ഒരു ഇന്റർനാഷണൽ ടൂറിസം നടത്തുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അകത്ത് തന്നെ വ്യത്യസ്ത ലാംഗ്വേജുകളുണ്ട്, വ്യത്യസ്ത കൾച്ചറുകളുണ്ട്, വ്യത്യസ്ത സ്വഭാവമുള്ള ഭൂലാൻഡുകളുണ്ട്. അപ്പൊ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും. സമയത്ത് ഇന്ത്യയിൽ നിന്ന് ഒരാൾ ഗ്രീൻലാൻഡിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരാൾ ഹോമോജീനിയസ് ആയിട്ട് മാത്രമായിട്ടുള്ള കൾച്ചറിൽ ഒരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ അത് മാത്രമല്ലേ കണ്ടു തിരിച്ചു പോരാൻ പറ്റുള്ളൂ. ഇതാണ് വാരീസ് അക്കോർഡിംഗ് ടു ദ കൺട്രി ഇറ്റ് ഈസ്. ഏതാണോ രാജ്യം, അതടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുന്ന എക്സ്പീരിയൻസുകൾക്കും ലാംഗ്വേജുകൾക്കും കൾച്ചറിനകത്തൊക്കെ ഡിഫറെന്റ് വരും. പക്ഷേ ഇന്റർനാഷണൽ ടൂറിസം എന്ന് ബേസിക്കലി പറഞ്ഞാൽ ബോർഡറിനപ്പുറം കിടക്കുന്ന ടൂറിസത്തിനൊക്കെ നമ്മൾ ഇന്റർനാഷണൽ ടൂറിസം എന്ന് തന്നെയാണ് പറയാ. ഇത്ര തന്നെ ആ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളൂ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. Then domestic tourism. The domestic tourism within one home's country without the need for passport, visa or currency conversion. Not conversation, conversion. Conversion ആണ് മാറ്റൽ, അല്ലെ? കറൻസി മാറ്റേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും ഇന്ത്യയിലെ ആയതുകൊണ്ട്. ഇന്ത്യയിൽ ഇപ്പൊ അറിയാലോ, ഇന്ത്യയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ നോർത്തിലേക്ക് യാത്ര പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കേണ്ടി വരും. നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തമിഴ് സംസാരിക്കേണ്ടി വരും. കർണാടകയിലേക്കാണെങ്കിൽ കന്നഡയോ ഇംഗ്ലീഷോ നിങ്ങൾ സംസാരിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ തെലങ്കാനയിലേക്കോ ആന്ധ്രാപ്രദേശിലേക്കോ സംസാരിക്കുകയാണെങ്കിൽ തെലുഗുവോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഉറുദുവോ സംസാരിക്കേണ്ടി വരും. ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ആ നാട്ടിലെ ഭാഷ സംസാരിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു രീതിയാണ്. അതേ സമയത്ത് ഡൊമസ്റ്റിക് ടൂറിസം ആവണമെങ്കിൽ വ്യത്യസ്ത ഭാഷകൾ ഉണ്ടെന്ന് വിചാരിച്ച് അതിന് ഇന്റർനാഷണൽ ടൂറിസം ആണെന്ന് പറയാൻ പറ്റില്ല. ഇന്റർനാഷണൽ ടൂറിസം ആവൽ എപ്പോൾ മാത്രമാണ്? വിസ മാറണം, അല്ലെങ്കിൽ പാസ്പോർട്ട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ വലിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ബോർഡർ ക്രോസ് ചെയ്ത് പോകുന്നതിനാണ് ഇന്റർനാഷണൽ ടൂറിസം എന്ന് പറയാം. ഈ ബോർഡർ ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത, വിസ ആവശ്യമില്ലാത്ത, കോംപ്ലിക്കേഷൻ ആവശ്യമില്ലാത്ത, ഏത് സമയത്ത് നിങ്ങൾക്ക് യാത്ര പോകാൻ പറ്റുമെന്ന് തോന്നുന്നതായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനാണ് ശരിക്കും ഡൊമസ്റ്റിക് ടൂറിസം എന്ന് പറയുന്നത്. അവിടെ പിന്നെ കറൻസിയുടെ മാറ്റം പോലും ഇല്ല. ഇന്ത്യയിൽ എവിടെയും നിങ്ങൾ ഇന്ത്യയുടെ കറൻസി തന്നെ ഉപയോഗിക്കുന്നത്, അല്ലേ? ഓക്കെ, ഇറ്റ്സ് ഗ്രോയിങ് ഇൻ ദ ലാർജ് കൺട്രീസ് ലൈക്ക് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഡൊമസ്റ്റിക് ടൂറിസം ഉണ്ടാവുക. എന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഇന്ത്യയിലെ ആളുകൾ ലിവിങ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂറിസം ബ്ലറിംഗ് ആസ് ഇന്റർനാഷണൽ ട്രാവൽ ബിക്കം മോർ ആക്സസിബിൾ, അല്ലേ? ഇപ്പൊ ഈ ഡൊമസ്റ്റിക്കും ഇന്റർനാഷണൽ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്ത പോലത്തിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ മാറുന്നുണ്ടെന്നാണ് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം. എന്തുകൊണ്ടാ? കാരണം
ഇപ്പൊ എല്ലാവരും പ്രൊമോട്ട് ചെയ്യാൻ, ടൂറിസം പ്രൊമോട്ട് ചെയ്യാനല്ലേ, വന്നോളൂ ടൂറിസ്റ്റുകൾ ഈസി ആയിട്ട് വന്നോളൂ എന്നുകൊണ്ട് എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എക്കണോമി ഭയങ്കരമായിട്ട് അവരുടെ സാമ്പത്തികമായിട്ട് ഓരോ രാജ്യത്തെയും അത്രയും ഹെൽത്തി ആക്കുന്ന ഒരു സാധനമാണ് ടൂറിസം. അതുകൊണ്ട് എല്ലാവരും വന്നോളൂ എന്ന് പറയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ പാസ്പോർട്ടൊക്കെ ഒഴിവാക്കി കൊടുക്കുക, വിസ ഇല്ലാതാക്കി കൊടുക്കുക, ഗോൾഡൻ വിസ കൊടുക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നേപ്പാളിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒരാൾക്ക് പോകണമെങ്കിൽ പാസ്പോർട്ടിന്റെ ആവശ്യമില്ല, ആക്ച്വലി ഈസി ആയിട്ട് പോകാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ ഭൂട്ടാനിലേക്ക് ഒരാൾക്ക് അങ്ങനെ തന്നെ പോകാൻ പറ്റും. ഇപ്പൊ കസാഖിസ്ഥാനും ലേറ്റസ്റ്റ് ആയിട്ട് ഉസ്ബെക്കിസ്ഥാനൊക്കെ ആ ഒരു പോളിസി കൊണ്ടുവരുന്നുണ്ട് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാ? അവിടേക്കുള്ള ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ കാരണം കൊണ്ട് തന്നെ ഈ ഒരു ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ വ്യത്യാസം ബ്ലർ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഡിസ്റ്റൻസ് ടൂറിസം എന്ന് പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് ടൂറിസം ഉണ്ട്, ഷോർട്ട് ഡിസ്റ്റൻസ് ടൂറിസം ഉണ്ട്. അപ്പൊ ഒരു 3000 കിലോമീറ്ററിന്റെ അപ്പുറം പോകുന്നതിനാണ് ലോങ് ഡിസ്റ്റൻസ് ടൂറിസം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൽ നമുക്കൊരു 3000 കിലോമീറ്ററിന്റെ അപ്പുറം പോവാണെങ്കിൽ അതിനാണ് നമ്മൾ എന്താ പറയാ? ലോങ് ഡിസ്റ്റൻസ് ടൂറിസം എന്ന് പറയാം. ഒരു 3000 കിലോമീറ്ററിന്റെ താഴെ പോകുന്നതിന് ഷോർട്ട് ഡിസ്റ്റൻസ് ടൂറിസം എന്ന് പറയും. അപ്പോ റീജിയണലും നാഷണലും ഗ്ലോബലും ഒക്കെ ആയിട്ട് ഷോർട്ടും ലോങ് ഒക്കെ ഉണ്ടാവും അല്ലെ. അത് ഓരോ ഡിസ്റ്റൻസിനനുസരിച്ചാണ്. റീജിയൻ ഓർ കൺട്രീസ് വേർ ടൂറിസ്റ്റ് ഒറിജിനേറ്റഡ് ഡ്യൂ ടു റിസോഴ്സസ്, leisure time and travel desire. Examples include the United States, Germany and China. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജർമ്മനി ആൻഡ് ചൈന പോലെയുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് ആളുകൾ പോകുന്നതിന്റെ റീസൺ ഇറ്റ് വിൽ വാരീസ്. അത് അടിസ്ഥാനത്തിൽ നമുക്ക് ഇനിയും ഇതിനെ വ്യത്യസ്ത ടൈപ്പാക്കി മാറ്റാൻ പറ്റും. അപ്പൊ ബേസിക്കലി നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് പ്രൈമറി ടൈപ്സ് 4 ഒന്ന് ഇന്റർനാഷണൽ ടൂറിസം, മറ്റൊന്ന് ഡൊമസ്റ്റിക് ടൂറിസം, മറ്റു 2 ലോങ് ഡിസ്റ്റൻസ് ടൂറിസം, ഷോർട്ട് ഡിസ്റ്റൻസ് ടൂറിസം. ഈ ലോങ് ഡിസ്റ്റൻസ് ടൂറിസം എന്ന് പറയുമ്പോൾ 3000 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് പോകുന്ന ലോങ് ഡിസ്റ്റൻസ് ടൂറിസം എന്ന് പറയുന്നത്, 3000 കിലോമീറ്ററിന് താഴെ പോകുന്നതാണ് ഷോർട്ട് ഡിസ്റ്റൻസ് ടൂറിസം എന്ന് പറയുന്നത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇനി അതല്ലാത്ത കുറച്ച് ടൈപ്സ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രൈമറി ടൈപ്പ് അല്ലാതെ കുറച്ച് ടൈപ്പുകൾ. ഒന്ന് ലെഷർ ടൂറിസം ആണ്. ലെഷർ ടൂറിസം എന്ന് പറഞ്ഞാൽ ലെഷർ ടൈമിന് വേണ്ടി നമ്മൾ ടൂറിസം നടത്തുകയാണ് ലെഷർ ടൂറിസം എന്ന് പറയാം. അപ്പോ നമ്മളിപ്പോ ആൾസോ നോൺ ആസ് റീക്രിയേഷണൽ ടൂറിസം എന്നും ഇതിന് പേരുണ്ട്. റീക്രിയേഷണൽ ടൂറിസം നമുക്കൊരു സമാധാനം കിട്ടണം, അതാ. ഇറ്റ് ഇൻവോൾവ്സ് ട്രാവൽ ഫോർ റിലാക്സേഷൻ, എന്റർടൈൻമെന്റ്, എൻജോയ്മെന്റ് അല്ലെ. എൻജോയ്മെന്റിനോ എന്റർടൈൻമെന്റിനോ അല്ലെങ്കിൽ ഒരു റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ പോകും. പോപ്പുലർ ഡെസ്റ്റിനേഷൻ ഇൻക്ലൂഡ് മാൽഡീവ്സിലേക്ക് പോകുന്നുണ്ട്, പാരീസിലേക്ക് പോകുന്നുണ്ട്, ഡിസ്നിലാൻഡിലേക്ക് പോകുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്മുടെ ഹിൽ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്, മൂന്നാറിലേക്ക്, ഊട്ടിയിലേക്ക്, മണാലിയിലേക്ക് അല്ലെ, ഷിംല ബീച്ച്, ഗോവയിലേക്ക്. അതിനു വേണ്ടിയിട്ടാണ് ആളുകൾ പോകുന്നത്. ലെഷർ ടൂറിസം ബൂസ്റ്റ് ലോക്കൽ എക്കണോമീസ് ബട്ട് ക്യാൻ ലീഡ് ടു എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ ആൻഡ് ലോസ് ഓഫ് ലോക്കൽ കൾച്ചർ. എന്താണ് ഈ ലെഷർ ടൂറിസത്തിന്റെ പ്രശ്നം? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ലെഷർ ടൂറിസത്തിന്റെ പ്രശ്നം? ഇറ്റ് ബൂസ്റ്റ് ലോക്കൽ എക്കണോമീസ് അല്ലെ. താഴെത്തട്ടിൽ സാധാരണ ജനങ്ങളുടെ എക്കണോമിക്ക് വർദ്ധിപ്പിക്കും. കാരണം ഈ ലെഷർ ടൂറിസത്തിന് വേണ്ടി വരുന്ന ആളുകൾ അവിടെ നിന്ന് ലേസും ബാഗുകൾ വാങ്ങുന്നു, അതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവർ കഴിക്കും. അതുകൊണ്ട് അത് ലോക്കൽ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ബട്ട് കാൻ ലീഡ് ടു എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ ആൻഡ് ലോസ് ഓഫ് ലോക്കൽ കൾച്ചർ. അല്ലെ, ലോക്കൽ കൾച്ചർ നഷ്ടപ്പെടാൻ കാരണമാണ്. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ. എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ കാണാൻ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ഇപ്പൊ തന്നെ പോയൊക്കെ ആമസോൺ വ്യൂ പോയിന്റ്, കേരളത്തിലെ മഞ്ചേരിക്കടുത്തുള്ള എടവണ്ണയിലെ ചാത്തല്ലൂരിലുള്ള ആമസോൺ വ്യൂ പോയിന്റ്, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് എക്സാമ്പിൾ കാണാൻ പറ്റും. അവിടെ ടൂറിസം നടത്താൻ വേണ്ടി വരുന്ന ആളുകൾ, ലെഷർ ടൈമിന് വേണ്ടി വരുന്ന ആളുകളാണ്. അവിടെയുള്ള ലോക്കൽ ആളുകൾക്ക് അവരുടെ എക്കണോമി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അവിടെ ലേസും ബാക്കായിട്ടും ഉപ്പിലിട്ടതുമായിട്ടൊക്കെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ പറ്റും. പക്ഷേ എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ വളരെ പ്രധാനമാണ്. കാരണം അത്രയും ആളുകൾ മിനറൽ വാട്ടേഴ്സിന്റെ ബോട്ടിലായിട്ട് മുകളിലേക്ക് പോകും, എന്നിട്ട് മിനറൽ വാട്ടർ ബോട്ടിൽ അവിടെയൊക്കെ തങ്ങിയിടും. That is very pathetic condition, അല്ലെ. പ്ലേസ് ഓഫ് ലെഷർ എക്സ്പ്ലോറേഷൻ, കൾച്ചറൽ എക്സ്പീരിയൻസ് ഓർ റിലാക്സേഷൻ attracting more attraction like historical sites, natural landscapes or modern entertainment centers. Example Paris, Rome and Bali. ഇത്തരം നാച്ചുറൽ സെന്ററുകളിലും ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. എന്തായാലും ലെഷർ ടൂറിസം എന്താണെന്ന് ഞാൻ പറഞ്ഞു, അതിന്റെ ഇമ്പാക്ട് എങ്ങനെ വരുന്നു പറഞ്ഞു, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അത്ര തന്നെ അതിനകത്ത് മനസ്സിലാക്കാനുള്ളൂ. മറ്റൊന്നാണ് കൾച്ചറൽ ടൂറിസം. രണ്ടാമതാണ് കൾച്ചറൽ ടൂറിസം. കൾച്ചറൽ ടൂറിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫോക്കസ് ഓൺ ദ കൺട്രി ഓർ റീജിയൻസ് കൾച്ചർ ഇൻക്ലൂഡിംഗ് ലൈഫ് സ്റ്റൈൽ അല്ലെ. ലൈഫ് സ്റ്റൈൽ, history, art, agriculture and region. It includes the urban tourism in historic sites and rural tourism highlighting the indigenous traditions. Specializations including the industrial tourism, visit to operational industries or heritage sites, and creative tourism, participation in artistic center. India boasts numerous cultural attractions like Agra Fort, Ajanta Cave and Taj Mahal. എന്താണ് കൾച്ചറൽ ടൂറിസം പറഞ്ഞാൽ? ഓരോ നാടിന്റെയും കൾച്ചറിനെ വിയുക്തമാക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. ഇപ്പോ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പൊ താജ്മഹൽ ഒരു എക്സാമ്പിൾ ആണ്, ആഗ്ര ഫോർട്ട് എക്സാമ്പിൾ ആണ്. ഇപ്പൊ കേരളത്തിൽ പറയുകയാണെങ്കിൽ വയനാട്ടിലെ എടക്കൽ ഗുഹ എക്സാമ്പിൾ ആണ്, എടക്കൽ കേവ്സ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളുണ്ട്. ഇപ്പോ കേരളത്തിൽ ഇപ്പം ഇടുക്കിയില് ഒരു ട്രൈബ്, രാജാവുള്ള ഒരു ട്രൈബ് ഉണ്ടല്ലോ. അപ്പൊ അവരൊക്കെ അതിന് ഇമ്പോർട്ടൻ്റ്. അപ്പൊ അത്തരം
കൾച്ചറൽ സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ടൂറിസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ കൾച്ചറൽ ടൂറിസം എന്ന് പറയുക. അപ്പോൾ അതിന് ഒരുപാട് സൈറ്റ്സുകൾ ഇന്ത്യയിലുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ആ കൾച്ചർ എങ്ങനെയാണ് നിലനിൽക്കുന്നത്, അവിടുത്തെ സമൂഹം എങ്ങനെയാണ് നിലനിൽക്കുന്നത്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ സൊസൈറ്റിയുടെ രീതി എന്താണെന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൂടുതലായിട്ടും കൾച്ചറൽ ഹെറിറ്റേജ് നടത്തുന്നത്. ഇപ്പോൾ നമ്മുടെ അർബൻ ഏരിയകളിലേക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആയിട്ട് കുട്ടികൾ പോകാറുണ്ട്. അതുപോലെ തന്നെ റൂറൽ ഏരിയകളിലേക്ക് കേസ് സ്റ്റഡി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഇതേ വിഷയത്തിലേക്ക് ചെയ്യാൻ വേണ്ടി സാധാരണയായിട്ട് കൾച്ചറൽ ടൂറിസം നടത്താറുണ്ട്. ഓക്കെ, ഇനി റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ടൂറിസം. റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ടൂറിസം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈസി ആയിട്ട്. ഇപ്പൊ മക്കയിലേക്ക് പോകുന്ന പോലെ തന്നെ, അതുപോലെ തന്നെ നമ്മുടെ അയോധ്യയിലേക്ക് ഇപ്പൊ പോകുന്നത് പോലെ തന്നെ, അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഇപ്പൊ ഹിന്ദുയിസം, സിഖിസം, ബുദ്ധിസം, ജൈനിസം, ഇപ്പൊ ഇവർക്കൊക്കെ ഇവരുടേതായിട്ടുള്ള ഒരുപാട് സെന്ററുകൾ ഉണ്ട്. ഇപ്പൊ ഗോൾഡൻ ടെമ്പിൾ ഉണ്ട്, വാരാണസി ഉണ്ട്, അതുപോലെ തന്നെ വൈഷ്ണവ് ദേവി ഉണ്ട്. നമുക്കിപ്പോ കേരളത്തിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തായിട്ട് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ അതിനകത്ത് ശബരിമല ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ശരിക്കും ഒരു റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ടൂറിസം ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് വൈൽഡ് ലൈഫ് ടൂറിസം. വൈൽഡ് ലൈഫ് ടൂറിസം ശരിക്കും ഫോക്കസ് ഓൺ വ്യൂയിങ് വൈൽഡ് അനിമൽസ് ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്റേറ്റ്, അല്ലേ? വൈൽഡ് അനിമൽസിനെ കാണാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഒരുപാട് വൈൽഡ് അനിമൽസിനെ കാണാൻ പറ്റുന്നുണ്ട്. വൈൽഡ് ലൈഫ് ടൂറിസം ഉണ്ട്. ഇപ്പൊ നിലവില് ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ ഒരു ഇന്ത്യയിൽ 112 നാഷണൽ പാർക്കുകളുണ്ട്, അല്ലെ? ഈ 112 നാഷണൽ പാർക്കുകളിലും ഏകദേശം ഒക്കെ ഇപ്പൊ കേരളക്കാർ കണ്ടുണ്ടാവും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് ഓഫ് റോഡ് റേസിങ്ങും ടൈഗേഴ്സിനെയും ലയൺസിനെയും എലിഫന്റ്സിനെയും കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് മാന്യം കുരങ്ങനെ മാത്രം കണ്ട് ചിലപ്പോൾ തിരിച്ചു വരേണ്ടി വരും. എന്നാൽ പോലും ആളുകൾ തിരിച്ചു പോകും. ഇപ്പൊ നമ്മുടെ മുത്തങ്ങയിലാണെങ്കിലും, അല്ലെങ്കിൽ മുടലിയാർ ഫോറസ്റ്റ് റിസർവിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് റിസർവിലാണെങ്കിലും, സൈലന്റ് വാലിയിലാണെങ്കിലും, അങ്ങനെ തുടങ്ങിയിട്ട് കേരളത്തിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഇതിനൊക്കെ എക്സാമ്പിൾ പറയാൻ പറ്റില്ലേ? വൈൽഡ് ലൈഫ് ടൂറിസം. അതൊരു എക്സാമ്പിൾ ആയിരുന്നു മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവിടെ ഒരുപാട് മൃഗങ്ങളൊക്കെ വെച്ചിട്ട് ഒരു റീൽ ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെ നമുക്ക്, ഒരു ട്രെൻഡ് നമുക്ക് ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. എക്സാമിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി അഡ്വഞ്ചർ ടൂറിസം ഉണ്ട്. അഡ്വഞ്ചർ ടൂറിസം എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് എടുത്ത് ചെയ്യുന്നതിനാണ് അഡ്വഞ്ചർ ടൂറിസം എന്ന് പറയാം. സ്പെഷ്യൽ സ്കിൽസ് ആൻഡ് ഫിസിക്കൽ എഫേർട്ട് ഇൻ ദ എക്സ്പ്ലോറേഷൻ ടു ട്രാവൽ, അല്ലേ? അതിനകത്ത് മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ശരിക്കും ട്രക്കിങ്. വമ്പൻ ട്രക്കിങ് ചെയ്യുന്ന ആളുകളുണ്ട്. വലിയ വലിയ കുന്നുകൾക്കും മലകൾക്കും മുകളിലേക്ക് ട്രക്ക് ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ അടുത്താണ് ഒരാൾ ഒരു മലക്കകത്ത് കുടുങ്ങുകയും പിന്നെ അയാളെ എടുക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ വരികയും അത് വലിയ ചർച്ചയാകുകയും ന്യൂസൊക്കെ ചെയ്തത്. എന്നാലും കിട്ടിയില്ലേ? അതുപോലെ ഇതിനെ ആസ്പദമാക്കിയിട്ട് ഒരു സിനിമ ഉണ്ടായിരുന്നു ഇപ്പൊ അടുത്തിറങ്ങിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ആ സിനിമയുടെ പേര് പറഞ്ഞു. എന്തായാലും ബേസിലൊക്കെ ഉള്ള ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ജസ്റ്റ് മറന്നുപോയി. അതായത് അങ്ങനെ അഡ്വഞ്ചർ ടൂറിസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും ഒരുപാട് കൾച്ചറിനെ മാറ്റിയെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൾച്ചറിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വലിയ ഇപ്പോ ഹിമാലയയിലേക്ക് നമ്മൾ നടത്തുന്ന സംഭവം അത് ഒരു അഡ്വഞ്ചർ ടൂറിസം ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ കോസ്റ്റ് ലൈനുകളിലൊക്കെ പൊതുവെ ഈ സ്കീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. കടലിനുള്ളിലൂടെ സ്കീയിങ് നടത്തുന്ന ആളുകൾ. അതുപോലെ ഈ ബങ്കി ജമ്പിങ് ഒക്കെ അതിന്റെ ഭാഗമുണ്ട്. ചൈനയിലുള്ള ബങ്കി ജമ്പിങ് ഒന്നായിട്ട് ചാടുക, മുകളിൽ നിന്ന് അത്രയും ഹൈറ്റിൽ നിന്ന് ചാടുക, അത്രയും ഹൈറ്റിൽ നിന്ന് മരുഭൂമിയിലൂടെ ഇങ്ങനെ നീന്തി പോകുന്ന രൂപത്തിലുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് റിസ്കി എലമെന്റ്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ പിക്ചേഴ്സ് ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇനി അതിനകത്ത് തന്നെ ഹാർഡും സോഫ്റ്റ് ആയിട്ടുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്. ഹാർഡ് എന്ന് പറയുമ്പോൾ ഹൈ റിസ്ക് ആക്ടിവിറ്റീസ്, റിക്വയറിംഗ് എക്സ്പെർട്ടൈസേഷൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും നമ്മൾ അതിന് എക്സ്പെർട്ട് ആയിരിക്കണം, സ്കിൽഡ് ആയിരിക്കണം, ട്രെയിനിങ് ആയിരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ടൂറിസ്റ്റ് മസ്റ്റ് ബി നോളജബിൾ, അറിഞ്ഞിരിക്കണം, ഫിസിക്കലി ആൻഡ് മെന്റലി ഫിറ്റ് ആയിരിക്കണം, എക്സ്പെർട്ടിന്റെ ഗൈഡ് ആയിരിക്കണം. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടനിങ്, അത്രയും ഉയരങ്ങളുള്ള പർവ്വതങ്ങളിൽ കയറുക. റിവർ റാഫ്റ്റിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ പുഴയുടെ ഒഴുക്കിനെതിരെ പോകുന്ന ഒരു സംഭവമുണ്ട്. ഒഴുക്കിന് സ്ട്രൈറ്റ് ആയിട്ടും പോകും, ഒഴുക്കിനെതിരെയും പോകും. സ്കൂബ ഡൈവിങ് അറിയാലോ. അതുപോലെ തന്നെ ഹാങ് ഗ്ലിഡിങ്, സ്കൈ ഡൈവിങ്, ഇതൊക്കെ വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഹാർഡ് അഡ്വഞ്ചറുള്ള സാധനങ്ങളാണ്. എന്നാൽ അത്ര റിസ്ക് ഇല്ലാത്ത, മോഡറേറ്റ് റിസ്ക് വെച്ച് ചെയ്യാൻ പറ്റുന്ന, അധികം സ്കില്ലില്ലെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ശരിക്കും എന്ത് ഈ സോഫ്റ്റ് അഡ്വഞ്ചർ ആയത്. ഏതുപോലെ ഹൈക്കിങ്, ക്യാമ്പിങ് ഒക്കെ പോലെ. അതുപോലെ തന്നെ ബൈക്കിങ്, വലിയ റിസ്ക് ഇല്ലാത്ത ബൈക്കിങ്, ക്യാമ്പിങ് ഒക്കെ പോലെ. ക്യാമ്പിങ് ശരിക്കും റിസ്ക് ഉള്ള സംഭവമാണ്, പക്ഷെ അത്ര റിസ്ക് ഉള്ളതല്ല. ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടല്ലോ, കാട്ടിലൊക്കെ പോയിട്ട് ക്യാമ്പ് ചെയ്യാം, അല്ലെങ്കിൽ മലമുകളിലൊക്കെ പോയി ക്യാമ്പ് അടിച്ചിരിക്കാം. റിസ്ക് എന്താ, വലിയ വന്യജീവികളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ റിസ്ക് തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ അത് നോർമൽ കേസിൽ ലോ റിസ്ക് ആണ്. അപ്പൊ അതാണ് സോഫ്റ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു, ഹാർഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എക്കോ ടൂറിസം ആണ്. എന്താണ് എക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ? ദിസ് ഈസ് എ ന്യൂ അപ്രോച്ച് ടു ടൂറിസം ദാറ്റ് പ്രൊട്ടക്ട്സ് നാച്ചുറൽ ഏരിയാസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന
ഒരു ന്യൂ അപ്രോച്ചാണ് ശരിക്കും എന്ത് എക്കോ ടൂറിസം. നാച്ചുറൽ ഏരിയസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ എക്കോസിസ്റ്റം ഇന്റഗ്രിറ്റി. ഇറ്റ് ജനറേറ്റ്സ് എക്കണോമിക് ആക്ടിവിറ്റി ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ബൈ പ്രൊമോട്ടിംഗ് കൺസർവേഷൻ. ഓക്കെ, അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് അത് എക്കണോമിക് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഈ എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, ഒരുപാട് നാച്ചുറൽ കാര്യങ്ങൾ വിൽക്കുകയും നാച്ചുറൽ കാര്യങ്ങളിലേക്ക് നമ്മുടെ മാത്രം കടന്നു പോയി. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാച്ചുറലി നമുക്ക് നിലനിൽക്കേണ്ട ഒരുപാട് പ്ലാന്റ്സ്, മറ്റ് സാധനങ്ങൾ, അതൊക്കെ അത് മാത്രം വിൽക്കുക, അത്തരം സംഭവങ്ങൾ. ഇപ്പൊ ഫോക്കസ് ഓൺ പ്രൊട്ടക്ടിങ് നാച്ചുറൽ ഏരിയാസ്, കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി, എക്കോസിസ്റ്റം ഇന്റഗ്രിറ്റി, ടു പ്രൊമോട്ട്സ് ദ എഡ്യൂക്കേഷൻ ആൻഡ് ബെനിഫിറ്റ്സ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. പോപ്പുലർ ഡെസ്റ്റിനേഷൻസ് ഇൻ ഇന്ത്യ ഇൻക്ലൂഡ് ദ ഹിമാലയൻ റീജിയൻ, കേരള, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ആൻഡമാൻ നിക്കോബാർ ആൻഡ് ലക്ഷദ്വീപ് ഐലൻഡ്. ഇവിടേക്കാണ് പ്രധാനമായിട്ടും ഈ എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻസ് ഉള്ളത്. ഇപ്പൊ തെന്മല, കേരളത്തിലെ തെന്മലയിലാണ് ഫസ്റ്റ് പ്ലാൻഡ് എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഉള്ളത്. സൈലന്റ് വാലി അത് മറ്റൊരു എക്സാമ്പിൾ ആണ്. ബയോഡൈവേഴ്സിറ്റി, എക്കോളജിക്കൽ റെസിഡൻസ്, 80 നാഷണൽ പാർക്കുകളും 440 സാഞ്ചുറികളിലും ടോട്ടലി ഇന്ത്യക്കകത്ത് ടോട്ടലി ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ എക്കോ ടൂറിസം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളായിട്ട് നട്ടുപിടിപ്പിച്ച് മരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അത് നമ്മൾ സംരക്ഷിക്കുകയും കൺസർവ് ചെയ്യുകയും ചെയ്ത് അത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നമ്മളതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന അത്തരം സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ടൂറിസം അട്രാക്ട് ചെയ്യുന്ന ഈ ടൂറിസം നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. ദെൻ സസ്റ്റൈനബിൾ ടൂറിസം, ഇത് ഡിഫൈൻ ചെയ്തത് ശരിക്കും UNEP എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ് ആക്ച്വലി. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ്. ഇറ്റ് കൺസിഡേഴ്സ് economic, social and environmental impact while meeting the needs of the visitors industry and environment and host communities. അതായത് ആളുകൾക്കൊക്കെ വിസിറ്റ് ചെയ്യണം, എല്ലാ സ്ഥലങ്ങളും കണ്ടോട്ടെ, എല്ലാം ആസ്വദിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ എന്തുണ്ടാക്കരുത്, അവിടെ എക്കണോമിക്, സോഷ്യൽ, എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ടാക്കരുത്. അതിന് നെഗറ്റീവ് ഇമ്പാക്ട് ഒരിക്കലും ഉണ്ടാക്കരുത്. എൻവയോൺമെന്റലി, സോഷ്യലി, എക്കണോമിക്കലി നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കരുത്, പോസിറ്റീവ് ഇമ്പാക്ട് ആക്കി മാറ്റണം എന്നുള്ളതാണ് പറയുന്നത്. It emphasizes maximizing the environmental resource, protecting natural heritage, biodiversity, respecting the socio-cultural authenticity. അല്ലെ, അതെന്താണ് പ്രൊട്ടക്ട് ചെയ്തത്? എൻവയോൺമെന്റൽ റിസോഴ്സിനെ മാക്സിമൈസ് ചെയ്യണം. ഒരുപാട് എൻവയോൺമെന്റ് റിസോഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. മാക്സിമൈസ് ചെയ്യാറുണ്ട്, മിനിമൈസ് ചെയ്യരുത്, എൻവയോൺമെന്റ് റിസോഴ്സ് കുറക്കരുത്. അതുപോലെ തന്നെ നാച്ചുറൽ ഹെറിറ്റേജ് ഒക്കെ സംരക്ഷിക്കണം, ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കണം, എല്ലാ സസ്യജാലങ്ങളെയും നമുക്ക് സംരക്ഷിക്കാൻ പറ്റണം. എൻഷുറിങ് ലോങ് ടേം എക്കണോമിക് വയബിലിറ്റി. ഇന്നത്തേക്ക് മാത്രം ഒരുപാട് സാമ്പത്തിക ബെനിഫിറ്റ് കിട്ടുന്നത് മാത്രം ചെയ്തിട്ട് ഭാവി നഷ്ടപ്പെട്ടു പോകുന്ന, ഇന്ന് നല്ല സമ്പത്ത് ഉണ്ടാക്കുകയും 2-3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ ഇനി സ്ഥലം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ടൂറിസം മാറരുത്. നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകണം. സസ്റ്റൈനബിൾ ടൂറിസം ഡെവലപ്പ് റിക്വയർഡ് ഇൻഫോംഡ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ, സ്ട്രോങ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആൻഡ് ഓൺഗോയിങ് മോണിറ്ററിംഗ് ഓഫ് ഇമ്പാക്ട്. അല്ലേ, നിലവിലുള്ള സംഭവം എങ്ങനെയാണെന്ന് കൃത്യമായി മോണിറ്റർ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് എക്കോ ടൂറിസം വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ എക്കോ ടൂറിസം സസ്റ്റൈനബിൾ ടൂറിസം വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ലീഡർഷിപ്പ്, ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ, ടൂറിസ്റ്റുകളുടെ കൂടെ കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് സസ്റ്റൈനബിൾ ടൂറിസം നിലനിർത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്രയായി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂറിസം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മെഡിക്കൽ ടൂറിസം ഇവിടെ പറയാനുണ്ട്. മെഡിക്കൽ ടൂറിസം എന്താണ്? മെഡിക്കൽ ടൂറിസം പറഞ്ഞാൽ മെഡിക്കൽ ടൂറിസം ഇൻവോൾവ്സ് ട്രാവലിംഗ് ഔട്ട്സൈഡ് വൺസ് ഹോംസ് കൺട്രി ഫോർ മെഡിക്കൽ കെയർ. അല്ലെ, മെഡിക്കൽ കെയറിന് വേണ്ടിയിട്ട്, ഹെൽത്തിന് വേണ്ടിയിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ വിവിധ ഹെൽത്ത് ആയുർവേദ കേന്ദ്രങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ കോട്ടയ്ക്കുള്ള കോട്ടക്കൽ ആയുർവേദശാലയിലേക്ക് ഒരുപാട് ആളുകൾ പുറത്തുനിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ കൊച്ചിയിലും മറ്റു മഞ്ചേരിയിലൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും ഒരുപാട് ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. ആക്ച്വലി അവിടേക്ക് പുറത്തു നിന്നാണ് ആളുകൾ കൂടുതലായിട്ട് വരുന്നത്. അത് ശരിക്കും മെഡിക്കൽ ടൂറിസം ആണ്. പേഷ്യൻസ് ഓഫൺ ചൂസ് ലോ കോസ്റ്റ് പ്രൊസീജിയേഴ്സ് ഇൻ അതർ കൺട്രീസ് വിത്തൗട്ട് വെയിറ്റിംഗ് ലിസ്റ്റ്. അല്ലെ, മറ്റു പുറത്തുള്ള കൺട്രികളിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇന്ത്യ ഹാസ് ബീൻ എ പോപ്പുലർ ഡെസ്റ്റിനേഷൻ ഫോർ മെഡിക്കൽ ടൂറിസം ഓവർ എ ഡിക്കേഡ്. ലാസ്റ്റ് ഒരു 10 പതിറ്റാണ്ടിലേറെ ആയി ഇന്ത്യ മെഡിക്കൽ ടൂറിസത്തിന് ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. 6,97,453 ടൂറിസ്റ്റ് വിസിറ്റ് 2019 ഇന്ത്യയിലേക്ക് ഇറങ്ങി. 2019 കണക്കാണ് ആക്ച്വലി നമ്മുടെ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് പ്രകാരം തന്നെ 7 ലക്ഷത്തോളം ആളുകൾ ഫോറിൻ ടൂറിസ്റ്റ് മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടി മാത്രം ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. Industry's growth is due to competitive pricing, high quality medical treatment and low living cost. ഇന്ത്യയിൽ ലിവിംഗ് കോസ്റ്റ് കുറവാണ്, മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച്, യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ലിവിംഗ് കോസ്റ്റ് കുറവാണ്. അപ്പോൾ അവർക്ക് ഇവിടെ വന്നുകൊണ്ട് കുറഞ്ഞ ഇതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടുന്നു എന്നുള്ളതാണ്. The sector was expected to be worth $9 by 2020. $9 ഇവർക്ക് കിട്ടുമായിരുന്നു. ഈ സംഭവം പോസിബിൾ ആയിട്ട് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റ് ഷെയറിന്റെ 20% എത്തുമായിരുന്നു. ഗ്രോത്ത് has been supported by public policies such as national health policy. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഈ മെഡിക്കൽ ടൂറിസത്തിന് ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ട്. ആ ഗവൺമെന്റ് സപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാഷണൽ ഹെൽത്ത് പോളിസി 2002. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ടൂറിസംസ് പ്രൊമോഷൻ ഓഫ് ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ സർവീസ് ഒക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. മെഡിക്കൽ വിസ ആപ്ലിക്കേഷൻ പ്രോസസ് ഹാസ് ബീൻ സിംപ്ലിഫൈഡ്. ഈസി ആയിട്ട് മെഡിക്കൽ വിസ കിട്ടുകയും ചെയ്യും ഇന്ത്യയിലേക്ക് വരാൻ.
അപ്പൊ അതുകൊണ്ട് ഈസി ആയിട്ട് ഇന്ത്യയിലേക്ക് വരാനും പറ്റുമെന്നുള്ളത് ഇന്റർനാഷണൽ പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു യൂണിറ്റിൽ ഒറ്റ പാർട്ടൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അത് എക്കണോമിക് ഇമ്പാക്റ്റ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വി വിൽ ഡിസ്കസ് ഓൺ ദാറ്റ്.